കോടതി രക്ഷകനാണ് എന്ന് ഇന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ്റെ വാദം അങ്ങേക്ക് പദ്യമാണ്, പാൽപ്പായസമാണ്. ആ പാൽപ്പായസം കുടിക്കുമ്പോൾ ഒരു കാര്യം മറക്കുക, 2018 ഈ സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോൾ, ശബരിമലയുടെ വിധി പറഞ്ഞപ്പം ആ കോടതി രക്ഷകനാണോ? ആ ജഡ്ജിമാരെ എന്താ പറഞ്ഞത്? ആ ജഡ്ജിമാരെ കേരളത്തിൽ അപമാനിക്കാനും ആക്രമിക്കാനും നടത്തിയ യുദ്ധം നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പോൾ അന്ന് കോടതി രക്ഷകനല്ലേ? അന്ന് കോടതി രക്ഷകനല്ല, ഇന്ന് കോടതി രക്ഷകനാണ്. ഇതെങ്ങനെ ഞങ്ങൾക്കൊറ്റ നയമേ ഉള്ളൂ. ഒന്നാമത്തെ നയം, ഇന്ത്യൻ ഭരണഘടന പ്രകാരം കോടതി വേറിട്ട് നിൽക്കുന്നതല്ല. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേഷൻ, ജുഡീഷ്യറി ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ്. അതുകൊണ്ട് കോടതി മാത്രം ഇങ്ങനെ രക്ഷിക്കാൻ വരുന്നു എന്നൊരു ധാരണ ഞങ്ങൾക്കില്ല. അങ്ങനത്തെ അധികാര കേന്ദ്രം ഇന്ത്യയിലില്ല. അതുകൊണ്ട് കോടതി രക്ഷകനാണെന്ന് ചോദിച്ചാൽ കോടതി മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന രക്ഷകൻ. അല്ല, അത് ശരിയാണ്. പൊതുവിൽ എടുക്കുകയാണ് ഈ പല ഉത്തരവ് ഞാൻ ഈ ചർച്ചയിൽ പറയുമ്പോൾ ശരി, താങ്കൾ പറയും. ഞാൻ ഈ ചർച്ചയിൽ പറയുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഇവർക്ക് പറയുന്നതിന് മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇനി ബഹുമാനപ്പെട്ട ഈ കോടതികളെല്ലാം നിൽക്കുമ്പോഴല്ലേ നമ്മുടെ കൺമുമ്പിൽ ബാബറി മസ്ജിദ് പൊളിച്ചത്. ബാബറി മസ്ജിദ് പൊളിക്കുന്നത് അയ്യപ്പദാസ് കണ്ടിട്ടില്ലേ? കോടതി രക്ഷകനായോ? അല്ല, അങ്ങനെ വിശാലമായ ചർച്ചയല്ല സ്വാമികളെ. ഞാൻ ശബരിമലയിലെ ഈ വിഷയത്തിൽ മാത്രമാണ് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയട്ടെ, താങ്കൾ അതിനെ വിശാലമായി കൊണ്ടുപോയാൽ അതിനൊക്കെ എന്തൊക്കെ മറുപടി ശ്രീ അബിനും ശ്രീ